मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। പേടിച്ചത് കണ്ടോ? എടാ കാർട്ടൂണേ, കാർട്ടൂൺ ഷോ എന്തിനാ നീ മാറ്റിയത്? എടാ പൊന്നുമോനെ, ഇത് ഹൊറർ ഷോയുടെ ടൈമാണ്, മനസ്സിലായോ? ബണ്ണി, പോപ്പട്ട് നിന്റെ മോനായിരുന്നോ? ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ല. എടാ മണ്ട, പൂച്ചയ്ക്ക് എങ്ങനെ തത്ത മകനാകാൻ കഴിയും? സംശയമുണ്ടോ? ഇതും പോയിന്റ് തന്നെയാ. പിന്നെ എന്തിനാ ഇവൻ മോനെന്നും പറഞ്ഞ് വിളിച്ചത്? കൂട്ടുകാരെ, സ്ഥിരമായിട്ട് തുടങ്ങാനുള്ള ഹൊറർ ഷോ തുടങ്ങുന്ന സമയമായോ? എടാ സോർദാർ, ഇവിടെ കാർട്ടൂൺ ഷോ മാത്രമേ കാണാവൂ. സംശയമുണ്ടോ? ഏയ്, പറഞ്ഞതല്ലേ കാർട്ടൂൺ ഷോ മാത്രമേ കാണാൻ പറ്റുന്ന. നിങ്ങൾ രണ്ടുപേരും ചന്തപ്പിള്ളരാവില്ലേ ഭായി? എന്നെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. ഇവിടെ കാർട്ടൂൺ ഷോയെ ഓടൂ. പറഞ്ഞു കഴിഞ്ഞതാ. സംശയമുണ്ടോ? റിമോട്ട് താ, റിമോട്ട് തരാൻ, റിമോട്ട് താ. തരാൻ പറ്റില്ല. എനിക്കറിയാം എങ്ങനെ വാങ്ങണമെന്ന്. എടേ, നീ എന്തോ കാണിക്കുന്നത്? ഫാനൊന്ന് ഓഫ് ചെയ്യണേ. തല കറങ്ങുന്നടേ. കാല് പിടിച്ച് ചോദിക്കുവാടേ. ബണ്ണി, തല കറങ്ങെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഫാനിൽ പോയിരുന്നേ? ഇവന് പറക്കാനും കഴിവുള്ളതല്ലേ? താങ്ക് യു എന്റെ പൊന്നനിയ. നീ ആള് പുലി തന്നെ, ഒരു സംശയമില്ല. കൊച്ചളിയാ, കേട്ടോ, ഞാൻ പുലിയാണെന്ന്, ബംഗാൾ പുലിയാണെന്ന് പറയാൻ പറ. എടാ, നിനക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? മണ്ട. പോപ്പട്ട് പ്ലീസ് റിമോട്ട് താ. പോപ്പട്ട്, മംകിയും രക്ഷപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പ്ലീസ്. പറ്റില്ല, ഞാൻ ഒരിക്കലും തരില്ല. അമ്പടാ, നീ അത്രയ്ക്കങ്ങായോ? എങ്കിൽ പിന്നെ കാണിച്ചു തരാം. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്യാ മാഡം, എല്ലാം പോപ്പട്ട് കാരണാ. ഇവൻ വോളിയം കുറയ്ക്കുന്നില്ല. അതെ, ഇത് പച്ച കള്ളമാണ് മാഡം. ആക്ച്വലി ഞാൻ ഇനി നീ ഒന്നും പറയണ്ട, മര്യാദക്ക് റിമോട്ട് കയ്യിലോട്ട് തന്നെ. പാതിരാത്രിയിൽ ഇത്രയും വോളിയമോ? ഇതിനെന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. എന്താ പണിഷ്മെന്റ്? ഞാൻ പാർട്ടിക്ക് പോവുകയാണ്. പോയി വരുന്നതിനുള്ളിൽ മൊത്തം സ്റ്റോർ റൂം ക്ലീൻ ചെയ്ത് വെക്കണം. അത് നീ തനിച്ച്. ഞാനോ? എനിക്ക് തനിച്ചു പോകാൻ പേടിയോ? വെക്കടാ, പെട്ടെന്ന് ഹൊറർ ഷോ വെക്കേ. എന്റെ അമ്മോ, ഇത് സ്റ്റോറോ അതോ കൊച്ചിയോ? എന്ന് മാത്രം ചവറാണ് ഇവിടെ. എനിക്ക് തല തന്നെ കറങ്ങി പോവാ. എന്റെ അമ്മോ, ഈ ഓണർ ആളൊട്ടും ശരിയല്ല. ഒരു കാര്യം അവര് മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നോക്കിയാണ് ജോലി തരേണ്ടത്. കൂടെ ഉള്ളവന്മാര് തന്നെ പണി തരുമെന്ന് ഒരിക്കലും കരുതിയില്ല. എന്നെ ഈ പണി എടുപ്പിച്ചതിന് അവന്മാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടോ, തനിക്ക് കണ്ണ് കാണാൻ പാടില്ലേ? എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? സോറി ബ്രോ. ഞാൻ ബ്രോ ഒന്നും അല്ലടോ, സിസ്റ്റർ ആണ് ഞാൻ. സിസ്റ്റർ, അവിടെ തന്നെ നിക്ക്. ഈ പണിയൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് മിക്കവാറും ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരും. സംശയമുണ്ടോ? മാഷേ, തനിക്കിത് എന്തിന്റെ കേടാ? ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ഒന്നും അല്ല. പക്ഷെ ഓപ്പറേഷൻ ഉണ്ടല്ലോ, 22 FK നന്നായിട്ട് അങ്ങ് ചെയ്യും. മനസ്സിലായോ? പിന്നല്ലാതെ. എന്തുവാ ഇത്? എടാ പൊന്നു പൊപ്പട്ടെ, ഈ സ്റ്റോർ റൂം മുഴുവൻ വൃത്തിയാക്കി തീരുമ്പോഴത്തേക്കും നിന്റെ കാറ്റ് തീർച്ചയായിട്ടും തീരും. സംശയമുണ്ടോ? ആദ്യം എന്തായാലും ഈ വലയൊക്കെ അങ്ങ് അടിച്ച് തീർത്തേക്കാം. എന്റെ വലയെ കൈവച്ചാ നീ വിവരം അറിയും. എന്റെ വലയിലെങ്ങാനും നീ തൊട്ടാ നിന്റെ പൂട മുഴുവൻ ഞാൻ വലിച്ചു പറിച്ചു കളയും. വിറകിന്റെ പൊടി പോലെ ഇരുന്നിട്ട് വെറുതെ തന്നെ വരട്ടല്ല കേട്ടാ. എടാ,
ആരാ നീ? തത്തയാണ്, പക്ഷെ പേര് പൊപ്പട്ട്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇന്നാ പിടിച്ചോ. ഏയ്, ഡമോ. ആ, ഏയ്. അതെ, എന്തിനാ തല്ലുന്ന ഭായ്? എന്താണെങ്കിലും കുത്തിരുന്ന് സംസാരിക്കാം. ഓ, ഇരിക്കണം അല്ലേ? എന്നാ പിടിച്ചോ. ഓയ് യാ. ഏയ്, ഓ, ഓ, ഓ. എടാ, ഞാൻ എത്ര കഷ്ടപ്പെട്ട ഈ വലയൊക്കെ നിർമ്മിച്ചെടുത്തെന്ന് അറിയോ നിനക്ക്? ഇന്നത്തോടെ നിന്റെ പണി ഞാൻ തീർക്കും. നിക്കടാ അവിടെ. ആ. ഇടില്ല നിന്നെ ഞാൻ. ഏയ്, ഏയ്, എന്താത്? താൻ എന്താണോ ഈ കാണിച്ചു കൂട്ടുന്നത്? സോറി, ഒരു ആവശ്യത്തിൽ ചെയ്തു പോയതാ. സോറി. കുട്ടി ഒരു സോറി. നിക്കടാ അവിടെ. ഏയ്, 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 ഓയ്. ആ, ഓ. ഒരു കാര്യം ചോദിക്കട്ടെ കൊച്ചളിയ, ഈ ഹൊറർ ഷോ എന്തിനാ പേടിപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കുന്നേ? എടാ, കാണുന്നവരൊക്കെ പേടിക്കണം. അതിനു വേണ്ടിയാണ് ഹൊറർ ഷോ പേടിക്കുന്നത് പോലെ എടുക്കുന്നത്. എടാ നീ എന്തായി കാണിക്കുന്നേ? ഇത് പകലുള്ള സീനല്ലേ? ഹീറോ ചായ കുടിക്കുന്ന സീന്. ഇതിൽ ഇത്ര പേടിക്കാൻ എന്താ ഉള്ളേ? ആ ദേ, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. എന്റെ മോ. ഓടിക്കോ. എടാ വേഗം ഓടിക്കോ. ഓയ്, എന്നെ കണ്ട് ഇതിനെ പേടിക്കുന്ന? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എന്റെ അമ്മച്ചി, എന്താ ഇത്? ഞാനിങ്ങനെ ഇങ്ങനെയായി. ഹോറർ ഷോ കാണുന്നത് നിനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? നിനക്കൊക്കെ നല്ലൊരു ഹോറർ ഷോ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. സംശയമുണ്ടോ? ഓയ്, കൂട്ടുകാരെ, പോപ്പട്ട് അവിടെ തനിച്ചാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കണം. ബായ്, അവനെ കണ്ടു കഴിഞ്ഞാ പിന്നെ പ്രേതം അവിടുന്ന് ഓടിക്കോളും. എന്നെ ഓടിക്കാൻ ആരാടാ ഉള്ളത്? എല്ലാവരും ഞാനിന്ന് തിന്നും. അത് പിന്നെ പ്രേതം ചേട്ടാ, ഞാനിവിടെ തനിച്ചൊന്നുമല്ല. എന്റെ പിറകിൽ സോർദാറും ബണ്ണിയുമുണ്ട്. താങ്ക്സ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഇപ്പൊ ശരിയാക്കി തരാം. ഓടിക്കോ വേഗം ഓടിക്കോ. ആരും ഞാൻ വെറുതെ വിടില്ല. എന്നെ വിട്ടേക്ക്, എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മച്ചിയെ, ടൈം പ്ലീസ്. പ്രേതം ചേട്ടാ, ടൈം പ്ലീസ്. ഓക്കേ. അയ്യോ അയ്യോ. എടേ, നീ എന്തിനാ എന്നോട് ടൈം പ്ലീസ് ഒക്കെ ചോദിക്കുന്നേ? നമ്മളെന്താ ഇവിടെ തൊട്ട് കളിക്കുകയാണോ? അയ്യോ അയ്യോ, ഓടിക്കോ ഓടിക്കോ. അയ്യോ. എടോ, എന്നെ എന്ത് വേണമെങ്കിലും താൻ ചെയ്തോ. പക്ഷെ എന്റെ അളിയൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ തന്നെ ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്റെ ആളിയനെ ഞാൻ തട്ടും. അവൻ കള്ളനാണ് ചേട്ടാ. എനിക്ക് പണി തരാൻ വേണ്ടി നിങ്ങളെ ഇറക്കിയിരിക്കുക. എടാ കഴുതകളെ, നിങ്ങള് മീനൊന്നും അല്ല, പൂച്ചയും പട്ടിയുമാണ്. പുറത്ത് വന്നില്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കും. കൊച്ചളിയ, പ്രേതം ചേട്ടനെ കണ്ട നമ്മുടെ പപ്പടിനെ പോലുണ്ടല്ലേ? ശബ്ദം പോലും അതുപോലെ തന്നെയുണ്ട്. സംശയമുണ്ടോ? നീ പറഞ്ഞത് ശരി തന്നെ അളിയാ, ശരി തന്നെയാ. ഇത് പ്രേതമല്ല, പൊപ്പട്ട്. ഇനി ഇവനെ ഞാൻ തന്നെ പ്രേതാക്കിക്കോളാം. പ്രേതം. പൊപ്പട്ടെ, ഇന്ന് നിന്നെ ഞാൻ തോരൻ വെക്കും. തോരൻ. എടേ, ഞാൻ ചുമ്മാ ഒരു തമാശ കാണിച്ചതാ. സംശയമുണ്ടോ? തമാശയോ? താൻ കാണിച്ച തമാശ കാരണം ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് ട്രെയിനിനെക്കാളും വേഗത്തിലാ ഓടിക്കൊണ്ടിരുന്നത്. എന്റെ ഹാർട്ട് ബീറ്റ് എന്തായാലും നിന്ന് തന്നെ പോയി. ഇന്നിവനെ എന്തായാലും തോരൻ വെച്ചേ മതിയാവൂ, അല്ലേ കൊച്ചളിയ? എടേ, ഞാൻ പറയുന്ന കേക്ക്. എന്നെ പിടിച്ചു തിന്ന നീയൊക്കെ വയറിളകി ചാവും. സത്യോ? സംശയമുണ്ടോ? എന്നാലും കുഴപ്പമില്ല, നിന്നെ ഞാൻ തോരൻ വെക്കും. വയറിളക്കാൻ ഞാൻ മരുന്ന് വാങ്ങിച്ചു കഴിച്ചോളാം. മരുന്ന്. പറഞ്ഞ കേക്ക്. വിട്, വിട്, വിട്. നിങ്ങളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? എടാ, ഇവൻ നമ്മുടെ സുഹൃത്തല്ലേ? തന്നേക്ക് ബായ്, കൊതിയാവുന്നു. വല്ലാണ്ട് ആശിച്ചു പോയതാ. വേണ്ട, നമ്മളാണ് കള്ളം പറഞ്ഞ് ഇവന് പനിഷ്മെന്റ് വാങ്ങിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇവൻ പ്രേതമായി നമ്മളെ പറ്റിച്ചു. ഇപ്പോൾ രണ്ടും സമമായി. നീ എന്താ വിചാരിച്ച? ഞാനിവനെ സത്യത്തിൽ തിന്നുന്നാണോ? അപ്പൊ കള്ളത്തിൽ എങ്ങനെ തിന്നാൻ പറ്റും കൊച്ചളിയ? ഒന്ന് പറഞ്ഞു താന്നേ. അളിയാ, ഞാനിവന് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഇനി എങ്ങാനും ഇതുപോലെ പേടിപ്പെടുത്തിയ എന്താ സംഭവിക്കുന്നത് അവൻ മനസ്സിലാക്കണം. കൊച്ചളിയൻ പറഞ്ഞത് ശരി തന്നെയാ. ഇവൻ ഇങ്ങനെ പേടിപ്പെടുത്തിയ ഞാൻ എങ്ങനെയും ഒരു 4-5 തവണ മരിക്കും. പോപ്പട്ട്, കേട്ടല്ലോ നീ?
ഇനി ആരോടും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. സോറി, ഇനി ഒരിക്കലും ചെയ്യില്ല. ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയല്ലോ അല്ലേ? എന്നാ ഫ്രണ്ട്സ്, ഈ സന്തോഷത്തിനായി നമുക്ക് പോയി ആ സ്റ്റോർ റൂം ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ആ മേഡം വന്നാ സത്യത്തിൽ അവരെന്നെ ശരിക്കും തോരൻ വെച്ചാലും വെക്കും. സംശയമുണ്ടോ? ഓ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? അത് മാഡം, സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാരും പോപ്പറ്റിനെ സഹായിക്കുകയായിരുന്നു. ഓ, എത്ര നല്ല ഫ്രണ്ട്സാ നിങ്ങൾ എല്ലാവരും. ഈ ഫ്രണ്ട്ഷിപ്പിനായി നിങ്ങൾ 4 പേർക്കും എന്റെ വക ഒരു ട്രീറ്റ്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game. Available on Google Play.